മുന്നത്തെ കുറേ വീഡിയോസ് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് അതിലിങ്ങനെ കണ്ടു ഒരു കമൻ്റാണ്, ധ്യാൻ ചേട്ടൻ പ്ലസ് വിനീതേട്ടൻ പ്ലസ് പ്രണവ് ഇങ്ങനൊരു ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞാൽ അത് പൊളിയായിരിക്കും, അത് നമുക്ക് പ്രതീക്ഷിക്കാമോ? ഒരു അതെനിക്ക് മനസ്സിലായി ആരാ രണ്ടുപേരും. പുള്ളി ഒരിക്കലും അങ്ങനെ ഒരു ഇതിലേക്ക് വരുത്തതേ ഇല്ല. നമ്മൾ എന്തുകൊണ്ടാണെന്നുള്ളത് എന്തെങ്കിലും പുള്ളി അങ്ങനെ ഒരു റീസൺ പറഞ്ഞിട്ടുണ്ടോ? അല്ല, പ്രൈവറ്റ് ആയിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അവന് സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആളുകളുടെ മുമ്പിൽ വന്ന് നിൽക്കുക, ഒരു ലൈം ലൈറ്റിൻ്റെ ഒരു 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 ഷെയ്ഡിൽ നിൽക്കുക എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ലല്ലോ. പുള്ളി ബേസിക്കലി ഭയങ്കര ഷൈ ആണ്, അങ്ങനെയാണോ? റിസർവ്ഡ് ആണ്. അവൻ്റെ ഒരു വേൾഡിൽ അവൻ്റെ സുഹൃത്തുക്കളും അവൻ്റെ യാത്രയും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ഒരാളാണ്. ബഹളങ്ങൾ ഇഷ്ടമല്ലാത്ത ആളാണ്. ഓ, അത് ശരി. അതുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെയാണ്. ഓക്കെ, അപ്പം ഇത് നമ്മൾ 70s ഇങ്ങനെ കാലഘട്ടങ്ങൾ കഴിഞ്ഞ് വന്ന് പ്രസൻറ്റിലേക്ക് വരുന്ന സമയത്ത് നിവിൻ പോളി, നിവിനേട്ടൻ, ഇപ്പം നീരജ്, ബേസിൽ, അങ്ങനെ കുറേ ഒരു വമ്പൻ താരനിര തന്നെയുണ്ട് ഇതിൽ അല്ലേ? ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വളരെ നമ്മൾക്ക് ശരിക്കും ഈ എല്ലാവരും ബിസിയാണ്, അവരുടേതായിട്ടുള്ള വർക്ക്സിൽ എല്ലാവരും ബിസിയാണ്. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു? ഇപ്പോൾ ഒരു ക്വാറന്റൈൻ, ഇപ്പോൾ കൊറോണ ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ ഒരു ടൈമിൽ, ഇത്രയും ബിസി ആയിട്ടുള്ള ഈ ഒരു ടൈമിൽ ഇത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് ഒരേ സമയം അതിശയമാണ്, നമ്മൾ അത്രയും എക്സൈറ്റഡും ആയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയും. എല്ലാവരും സഹകരിച്ചു. അതാണ്, നമ്മൾ വിളിച്ചപ്പോൾ എല്ലാവരും ഓക്കെ പറഞ്ഞു. എല്ലാവർക്കും നമ്മൾ നേരത്തെ ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ആ ഡേറ്റ്സിൽ അവൈലബിളായി. ചെറിയ ഡേറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടായ സമയത്തും അവരുടെ മറ്റ് ഡയറക്ടേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഒരുപാട് പേരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഇത് നടക്കുള്ളൂ. ഇത്രയും പേര് ഒരുമിച്ച് വരുമ്പോഴേ അത് ഈ പടത്തിന് നടന്നു. എല്ലാ പടത്തിനും അത് ഇത്ര ഈസി ആയിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പല ആൾക്കാരും പല സിനിമകളും ചെയ്യുമ്പോൾ ഒരു ആർട്ടിസ്റ്റിന് പനി വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ സ്കെഡ്യൂളായി, ഇപ്പോൾ ഇത് കണ്ടില്ല, രാജു ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാല് പ്രശ്നമായിട്ട് ആ പടം മാസങ്ങളോളം നിന്നു. അപ്പോൾ വിലായത്ത് ബുദ്ധ. അപ്പോൾ അങ്ങനെയൊക്കെ എപ്പോൾ വേണമെങ്കിലും സിനിമയിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളത്. നമുക്കെന്തോ നമ്മുടെ ഒരു ദൈവാനുഗ്രഹമായിരിക്കും. നമുക്ക് അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. നമ്മൾ സ്കെഡ്യൂള് വിചാരിച്ച പോലെ തന്നെ നടന്നു, വിചാരിച്ചാലും പെട്ടെന്ന് തീരുകയും ചെയ്തു. അപ്പം ഒരുപാട് എക്സ്പെക്റ്റേഷൻ എപ്പോഴും വിനീതേട്ടൻ അങ്ങനെ വെക്കുന്നത് എനിക്ക് കാണാറില്ല. ഭയങ്കര ഒരു ന്യൂട്രലാണ്. ഓക്കെ, അത് ആ ഒരു വൈബ്രേഷൻ മറ്റുള്ളവരിലേക്കുള്ള ഒരു എനർജി കൊടുക്കുന്നത്. നമ്മുടെ ഈ ഞാൻ ആ പാട്ടിനെക്കുറിച്ച് തന്നെയാണ് വീണ്ടും ചോദിക്കുന്നത്. ബിക്കോസ് ആ പാട്ട് ഇങ്ങനെ കേട്ട് അതിൻ്റെ എന്താ പറയുക, കുറച്ച് നിങ്ങൾ ആ ഡയറക്റ്റ് ചെയ്യുന്ന ആ ഒരു പോർഷനും കൈൻഡ് ഓഫ് അതൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ ബാക്കിൽ വിനീതേട്ടൻ എങ്ങനെയാണ് പ്രണവിനെ മോട്ടിവേറ്റ് ചെയ്ത സീനൊക്കെ. അല്ല, അങ്ങനെയല്ല, നമ്മൾ എല്ലാവരെയും അവിടെ അല്ല, അതാ ഞാൻ ചോദിക്കാൻ, എങ്ങനെയാണ് അത്രയും എനർജി കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നത്? അല്ല, ആ എനർജി നമ്മുടെ ഫുൾ ക്രൂവിനുണ്ട്. അപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്കൊരു സംഭവം മാത്രമല്ല, എല്ലാവരും ആസ്വദിച്ചിട്ട് പാട്ട് പാടി തന്നെയാണ്. സോങ് ഷൂട്ട് ചെയ്യുന്നത് പാട്ട് പാടിക്കൊണ്ട് തന്നെയാണ് എല്ലാവരും. ആ ഒരു ഫുൾ ടീമിന് ആ വൈബ് ഉണ്ടാകുന്ന സമയത്ത് അത് ഈസി ആയിട്ട് അഭിനയിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടും, ആ എനർജി കിട്ടും. പിന്നെ നമ്മൾ പുറകിൽ നിന്നിട്ട് നമ്മൾ തന്നെ ഇത് കാട്ടിക്കൂട്ടുമ്പോൾ ക്യാമറയുടെ മുമ്പിൽ ആർക്കും എന്തും ചെയ്യാൻ ഒരു മടി ഉണ്ടാവില്ല. കാരണം അവരെ ആരും ജഡ്ജ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അവരെല്ലാവരും പെർഫോം ചെയ്ത് നമ്മൾ മിണ്ടാണ്ട് നോക്കിയിരിക്കുമ്പോൾ അവർക്ക് ആ ഒരു റിസർവേഷൻ ഉണ്ടാവില്ലേ. നമ്മളും ഡാൻസ് ചെയ്യുന്നു, നമ്മളും പാട്ട് പാടുന്നു, അവരും ഡാൻസ് ചെയ്യുന്നു. ഓ, എന്താല്ലേ ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഡയറക്ടർ നമ്മുടെ മുമ്പിൽ നിന്ന് എന്തിനും നിനക്ക് എന്താ നീ ചെയ്തോ എന്നുള്ള ഒരു ഫ്രീഡം തരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ആക്ടർ ആയാലും അവിടെയുള്ള എൻ്റെ ക്രൂ ആണെങ്കിലും അത് ചെയ്ത് പോകും. നമ്മളെല്ലാവരും എൻജോയ് ചെയ്തങ്ങ് ചെയ്യുന്നേ. അതെ, അല്ല അത് അങ്ങനെയല്ല, വിനീതണ്ണ ചെയ്യുന്നത് കാണുമ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യാണ്. അതാണ് അതിൻ്റെ സത്യത എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.